ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഈ കേസ് പല വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന ബെൽവിച്ച് എന്ന കേസിനെ കുറിച്ചാണ്. ഈ സംഭവത്തിൽ പല രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവയ്ക്കെല്ലാം കാരണം ഒരു മന്ത്രവാദിനിയാണെന്നും അവരുടെ വീടുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോ ഒരു വലിയ ഗുഹയുണ്ടെന്നും പറയുന്നു. ആ ഗുഹയിലേക്ക് ഒരുപാട് വിനോദസഞ്ചാരികൾ കാണാൻ പോയി വരുന്നുണ്ട്. എന്നാൽ അങ്ങനെ പോകുന്നവർ സ്വന്തം റിസ്കിൽ മാത്രം പോകണമെന്നുള്ള പല ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1804 ജോൺ ബെൽ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഫാം ഹൗസിൽ നിന്നും പുറത്തേക്ക് വന്ന് ചുറ്റുമുള്ള കാടുകളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അയാൾക്ക് മുൻപിലുണ്ടായിരുന്ന കുറ്റിക്കാടിനുള്ളിൽ എന്തോ വ്യത്യസ്തമായ ഒരു രൂപം കണ്ടു. അതിനെ കാണാൻ ഒരു നായ പോലെ തോന്നി. എന്നാൽ മുഴുവനായും അതൊരു നായ എന്ന് പറയാൻ സാധിക്കുന്നില്ല. കാണാൻ ഒരല്പം വലുതായിരുന്നു. ജോൺ ബെൽ ജനിച്ചത് മുതൽ ഒരുപാട് കാടുകൾ സന്ദർശിച്ചിട്ടുണ്ട്, ഒരുപാട് മൃഗങ്ങളെയും കണ്ടിട്ടുണ്ട്. അതിനാൽ ഈ ഒരു കാഴ്ച അദ്ദേഹത്തിന് ഭയമൊന്നും ഉണ്ടാക്കിയില്ല. അത് എന്താണ് എന്നറിയാനായി ധൈര്യത്തോടുകൂടി ആ കാടിനെ നോക്കി നടക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും ആ ഒരു രൂപം ഒരല്പം പോലും ചലിക്കാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. പൊതുവെ നായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് ചലിക്കും, അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കും, നമ്മെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇത് അങ്ങനെ ഒന്നും ചെയ്യാതെ തന്റെ അടുത്തേക്ക് വരുന്നയാളെ നോക്കിക്കൊണ്ടിരുന്നു. അതിന്റെ കാഴ്ച തന്നെ വല്ലാത്ത ഭയം തോന്നിപ്പിച്ചു. ജോണിന് അടുത്തേക്ക് പോകുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതല്പം ഷേക്കിയായിരുന്നു. അതിന്റെ എല്ലുകൾ ഒടിഞ്ഞ് നുറുങ്ങുന്നത് പോലുള്ള ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ജോൺ ഇതെന്ത് മൃഗമാണ് എന്നൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല, ഇതിനെ ഷൂട്ട് ചെയ്യാം എന്ന് കരുതി അദ്ദേഹത്തിന്റെ തോക്കെടുത്ത് അതേ നോക്കി വെടിവെച്ച് അവസാനിച്ചിട്ട് അതിന്റെ അടുത്തേക്ക് ചെന്ന് അതെന്ത് മൃഗമാണെന്ന് നോക്കാനായി പോയി. എന്നാൽ ആ മൃഗം നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല. ഉടൻ തന്നെ ജോൺ ചിന്തിച്ചത് താൻ ഇപ്പോഴല്ലേ വെടിവെച്ചത്, അത് ഇവിടെ എവിടെയെങ്കിലും കാണണമല്ലോ എന്ന് ചിന്തിച്ച് തിരയാൻ തുടങ്ങി. പക്ഷെ എവിടെ നോക്കിയിട്ടും അങ്ങനെ ഒന്നിനെ കാണാൻ കഴിഞ്ഞില്ല. പൊതുവെ അങ്ങനെ ഒരു മൃഗം ആ കാടിനുള്ളിൽ വന്നു അവിടെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു അടയാളം കാണണം. എന്നാൽ അങ്ങനെ യാതൊരു കാലടയാളവും അവിടെ കണ്ടില്ല. വന്നു പോയ മൃഗത്തിന്റെ ഫുട് പ്രിന്റ്സ് വെച്ചുകൊണ്ട് അത് ഏത് മൃഗമാണ് എന്ന് കണ്ടുപിടിക്കാമെന്നതിനു വേണ്ടി അദ്ദേഹത്തിന് ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും തിരഞ്ഞു. പക്ഷെ യാതൊരു ഫുട് പ്രിന്റും ഇല്ല. അദ്ദേഹത്തിന്റെ കാൽപാദം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സമയം ആ കാടിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വലിയൊരു സംശയമായി. ഇതിനെക്കുറിച്ച് ഒരുപാട് സമയം ചിന്തിച്ചു. എന്നിട്ട് വീടിനുള്ളിൽ പോയി എപ്പോഴത്തെയും ജോലി നോക്കാമെന്ന് കരുതി വീടിനുള്ളിലേക്ക് വന്നു. ഇതിന് പിന്നിലെ കഥ എന്തായിരിക്കും? ജോൺ ബെൽ എന്നയാൾ നോർത്ത് കരോളീനയിൽ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ജീവിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന വീടുകൾ വളരെ ചെറുതായിരുന്നു. ജോണിന്റെ വീടും വളരെ ചെറുതായതുകൊണ്ട് മറ്റെവിടെയെങ്കിലും ഒരു വലിയ വീട് പണിയാം എന്ന് ചിന്തിച്ചു. അങ്ങനെ അവർ അവിടെ നിന്നും 700 കിലോമീറ്റർ അകലെയുള്ള നോർത്തേൺ ടെനീസിലേക്ക് പോകുന്നു. അവിടെ റെഡ് റിവർ എന്നറിയപ്പെടുന്ന ഒരു നദിയുണ്ട്. അതൊരു വലിയ നദിയാണ്. ജോൺ ചെറിയ പ്രായം മുതലേ കാടുകളിൽ ജോലി നോക്കുക, വീട് പണി നടത്തുക, ഫാം ഹൗസിൽ താമസിക്കുക, ഇങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യും. അങ്ങനെ ഇവിടെ വന്ന ജോൺ അവർക്കായിട്ടൊരു വീട് പണിയാൻ തുടങ്ങി. രാപ്പകലില്ലാതെ പണിയെടുത്തു. ഇവർ വീട് പണിയുന്ന സ്ഥലത്തിനടുത്തുള്ള നദിയിൽ നിന്നാണ് ഒരുപാട് പേർ വെള്ളം എടുത്തുകൊണ്ട് പോകാറ്. ഒരുപാട് പേർ അവിടെ നിന്ന് മീനും പിടിക്കും. ആ പ്രദേശവാസികൾക്ക് ആ നദി വളരെ പ്രയോജനകരമായിരുന്നു. ഇനി ജോൺ ബെല്ലിനെ നോക്കിയാൽ ഒരിക്കലും അദ്ദേഹം വെറുതെ ഇരിക്കില്ല. എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും. ആ ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ജോൺ ആയിരിക്കും ആദ്യം ചെന്ന് നിൽക്കുക. ചില സമയങ്ങളിൽ ആർക്കെങ്കിലും പണപ്രശ്നം വന്നാലും ജോൺ പണം നൽകി സഹായിക്കും. അതുകൊണ്ട് ആ പ്രദേശത്ത് ഇവരുടെ കുടുംബത്തിന് ഒരു നല്ല സൽപ്പേരുണ്ടായിരുന്നു. 1817 ആ സ്ഥലത്ത് വന്ന് 13 വർഷം കഴിഞ്ഞ് അന്നത്തെ ദിവസം രാത്രിയായിരുന്നു തുടക്കത്തിൽ കണ്ടതുപോലൊരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നത്. മൃഗം പോലുള്ള എന്തോ ഒന്നിനെ കണ്ടു, അതിനെ വെടിവെച്ചിട്ടു, തിരികെ വീട്ടിലേക്കും വന്നു. അല്പസമയം കഴിഞ്ഞ് അവരുടെ വീടിന്റെ കതകാരോ ശബ്ദത്തിൽ തട്ടുന്നത് പോലുള്ള ശബ്ദം കേട്ടു. അത് ആരായിരിക്കും എന്ന് കരുതി ജോൺ കതക് തുറന്നു. പുറത്ത് ആരും തന്നെ ഇല്ല. ചുറ്റി തിരിഞ്ഞു നോക്കി കതകടച്ചിട്ട് വീണ്ടും വീടിനുള്ളിലേക്ക് വന്നു. വീണ്ടും വീടിന്റെ പുറകുവശത്തെ വാതിലിൽ ആരോ മുട്ടുന്നത് പോലുള്ള ശബ്ദം കേട്ടു. അവിടെയും ചെന്ന് നോക്കി, അവിടെയും ആരുമില്ല. വീണ്ടും വീട് മുഴുവനുമുള്ള എല്ലാ വാതിലിലും ആരോ തട്ടുന്നത് പോലുള്ള, കൈവച്ച് തട്ടുന്നത് പോലുള്ള ശബ്ദം കേട്ടു. ഇപ്പോൾ ആ മുഴുവൻ കുടുംബത്തിനും ഒന്നും മനസ്സിലായില്ല. അതെന്തായിരിക്കുമെന്ന് എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി. ഈ സംഭവം നടക്കുമ്പോൾ ആ വീട്ടിലുള്ള 4 കുട്ടികളും അവരുടെ മുറിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അതും ഉറങ്ങുന്ന ആ ഒരു ബെഡ് താഴെ 2 പേർ, മുകളിൽ 2 പേർ എന്ന രീതിയിലാണ്. ഇങ്ങനെ ഇവർ 4 പേരും നല്ല ഉറക്കത്തിലുള്ള സമയം കട്ടിലിനടിയിൽ നിന്നും എലി ഓടുന്നത് പോലുള്ള ശബ്ദം കേട്ടു. അങ്ങനെ താഴെ ഉണ്ടായിരുന്ന 2 പേർ കണ്ണു തുറന്നു നോക്കി. ഇതെന്താ എലിയുടെ ശബ്ദമല്ലേ?
പക്ഷെ നമ്മുടെ വീടിനുള്ളിൽ അങ്ങനെ എലിയൊന്നും ഇല്ലല്ലോ. എന്തായാലും നോക്കാം എന്ന് കരുതി താഴെ ഇറങ്ങി. കാല് തറയിൽ വെച്ചപ്പോ തന്നെ കേട്ടുകൊണ്ടിരുന്ന ആ എലിയുടെ ശബ്ദം മുഴുവനായും അവസാനിച്ചു. പെട്ടെന്ന് ശബ്ദം എവിടെ നിന്നാണ് വന്നത്, പെട്ടെന്ന് എന്തുകൊണ്ടത് അവസാനിച്ചു എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഉടനെ 4 പേരും ചേർന്ന് ആ വീടിനുള്ളിൽ എലിയുണ്ടോ എന്നറിയാനായി മുറിക്കുള്ളിലെ എല്ലാ തിങ്സും മാറ്റി നോക്കുന്നു. എന്നാൽ എലി ഉള്ളതിന്റെ യാതൊരു തെളിവും ലഭിച്ചില്ല. എന്തായാലും കിടന്നുറങ്ങാം, രാവിലെ നോക്കാം എന്ന് കരുതി വീണ്ടും കിടന്നുറങ്ങി. അങ്ങനെ ബെഡ്ഷീറ്റ് മൂടി ഉറങ്ങുന്ന സമയം കട്ടിലിനടിയിൽ ആരോ മാന്തുന്നത് പോലെയും ബെഡ് പിടിച്ചു വലിക്കുന്നത് പോലെയും തോന്നി. അതിന്റെ കൂടെ തന്നെ മുൻപ് കേട്ടിരുന്ന എലികളുടെ ശബ്ദം വീണ്ടും അധികമായി കേൾക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു? വീടിനുള്ളിൽ മൃഗങ്ങൾ എന്തെങ്കിലും വന്നോ എന്നറിയാനായി 4 പേരും ഇറങ്ങി വീട് മുഴുവനും തിരഞ്ഞു. എന്നാൽ വീട്ടിൽ ഒന്നും തന്നെ ഇല്ല. ഇവർക്കിപ്പോ എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഇങ്ങനെ ദിവസവും ആ കുട്ടികൾ ഉറങ്ങുമ്പോൾ കട്ടിലിനടിയിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കും. കാല് തറയിൽ വെച്ച ഉടനെ ശബ്ദമെല്ലാം അവസാനിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ഘട്ടത്തിൽ സമാധാനത്തോടുകൂടി ഉറങ്ങാനേ സാധിച്ചില്ല. ഇതിനെക്കുറിച്ച് തന്നെ ആ കുടുംബത്തിലെ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. കൂടാതെ ഇവരുടെ വീടിനുള്ളിൽ ആരോ വാതിൽ മുട്ടുന്നു. തുറന്നു നോക്കുമ്പോൾ ആരുമില്ല. ഇക്കാര്യം അവർ ആരോടും പറഞ്ഞില്ല. എങ്ങനെ പറയാൻ സാധിക്കും? പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? അറിഞ്ഞുകൊണ്ട് തന്നെ കഥ പറയുകയാണെന്നായിരിക്കും ചിന്തിക്കുക. അതിനാൽ ഇക്കാര്യം അദ്ദേഹം ആരോടും പറഞ്ഞില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ അയൽവാസികൾ ഇക്കാര്യം അറിയുന്നു. എന്നാൽ ബെൽ ഫാമിലി പ്രതീക്ഷിച്ചതുപോലെ അല്ല അയൽവാസികൾ പെരുമാറിയത്. ബെൽ കുടുംബത്തിന് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു, നമ്മൾ അവരെ സഹായിക്കണം. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അയൽവാസികളെല്ലാം ബെൽ കുടുംബത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. ആരെല്ലാം വന്നു പോകുന്നുവെന്ന് നോക്കാൻ തുടങ്ങി. രാത്രികാലങ്ങളിൽ ചില അയൽവാസികൾ അവരുടെ വീട്ടിൽ വന്നു കിടന്നുറങ്ങാൻ തുടങ്ങി. കാരണം ഒരുപാട് പേർ ആ വീടിനുള്ളിലുണ്ട് എന്ന് മനസ്സിലായാൽ ഒരുപക്ഷെ ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ വരുന്നവർ ഈ വ്യത്യസ്തമായ ശബ്ദമുണ്ടാക്കുന്നവരും തിരികെ പോയിക്കൊള്ളും. ഈ വീട്ടിൽ ഒരുപാട് പേരുണ്ട്, നമ്മളാണെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ വെറുതെ വിടില്ല എന്ന് ഭയന്നുകൊണ്ട് അവർ തിരികെ പോകും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയൽവാസികളിൽ ചിലർ ഇവരുടെ കൂടെ കിടന്നുറങ്ങാൻ തുടങ്ങി. എന്നാൽ മുൻപ് ബെൽ കുടുംബത്തിന് എന്തൊക്കെയാണോ സംഭവിച്ചത് ഒന്നും തന്നെ മാറിയില്ല. എല്ലാം അതുപോലെ തന്നെ സംഭവിച്ചു. അത്രയും പേർ വീടിനുള്ളിൽ ഉണ്ടായിരുന്നിട്ടും ആരോ ഒരാൾ വാതിൽ മുട്ടുന്നുണ്ട്. ഇങ്ങനെ ഒന്നും മാറിയിട്ടില്ല. കൂടാതെ ഒരു വലിയ എലിയുടെ ഒച്ചയും അവർക്ക് നിരന്തരം കേട്ടുകൊണ്ടിരുന്നു. ഇപ്പൊ അയൽവാസികൾ ചിന്തിച്ചത് ബെൽ ഫാമിലിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം, അവരായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. മറ്റു ചിലർ പറഞ്ഞത് തൊട്ടടുത്ത് ഗേറ്റ് എന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അവർ വളരെ മോശമായ സ്ത്രീയാണെന്നാണ് എല്ലാവരും പറയാറ്. അവർ വളരെ നിർഭാഗ്യശാലിയായ ഒരു സ്ത്രീയായിരുന്നു. അവരുടെ ഭർത്താവ് സുഖമില്ലാതെ കിടക്കയിലായിരുന്ന സമയം ജോണിനോട് വന്ന് അവർ പണം ചോദിച്ചു. എന്നാൽ ജോണിന്റെ പക്കൽ ആ സമയം പണമില്ലാത്തതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു ഘട്ടത്തിൽ കേറ്റിന്റെ ഭർത്താവ് രോഗം മൂർച്ഛിച്ച് മരിച്ചു. ഇത് കാരണം കേറ്റ് ആ സമയം ചിന്തിച്ചത് തനിക്ക് പണം തന്നാൽ ജോണിന്റെ ഭാഗ്യം നഷ്ടമാകുമോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അയാൾ തനിക്ക് പണം തരാത്തത്. തനിക്ക് പണം തരാത്തത് കൊണ്ടാണ് ഭർത്താവ് മരിച്ചുപോയത്. കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. ഇവയ്ക്കെല്ലാം കാരണം ജോൺ ആണെന്ന് കേറ്റ് വിശ്വസിക്കാൻ തുടങ്ങി. അതേസമയം ജോണിന് ഒരു ശാപം കൊടുത്തുവെന്നും പറയുന്നു. ജോണിന്റെ കുടുംബത്തിന് കേറ്റ് മന്ത്രവാദം നടത്തിയെന്നും പറയുന്നു. ഇതിനുശേഷം കേറ്റിന്റെ കുഞ്ഞുങ്ങളും പല കാരണങ്ങളാൽ മരിക്കുന്നു. ഒരു ഘട്ടത്തിൽ കേറ്റും മരിക്കുന്നു. എന്നാൽ അവരുടെ ശാപമാണ് ജോണിനെ പിന്തുടരുന്നത്. ആ ഒരു ശാപമാണ് ജോണിന്റെ കുടുംബത്തെ ഇപ്പോൾ ആക്രമിക്കുന്നത് എന്നും പറഞ്ഞു. ഈ സംഭവങ്ങൾക്കിടയിൽ ജോണിന്റെ ഭാര്യ എസ്തർ തൊട്ടടുത്ത ഫാം ഹൗസിലേക്ക് കോഴിമുട്ട എടുത്തുകൊണ്ടുവരാനായി പോയി. ഒരു ബാസ്ക്കറ്റ് എടുത്ത് പുറത്തേക്ക് പോയി. അങ്ങനെ അവൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറകെ നിന്ന് ഏതോ ഒരു ശബ്ദം കേട്ടു. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. അവിടെ ഒരു സ്ത്രീ നടന്നു പോയത് കണ്ടു. എസ്തർ ചിന്തിച്ചത്, ഇവർ എങ്ങനെ നമ്മളെ ക്രോസ് ചെയ്യാതെ പോയി? ഇവർ പോയതുപോലും ഞാൻ കണ്ടില്ലല്ലോ. ഇവരെങ്ങനെ പോയി എന്ന് അവൾ ചിന്തിച്ചു. ഒരു പക്ഷേ സൈഡിലൂടെ പോയിട്ടുണ്ടാകും, താനായിരിക്കും കാണാത്തത് എന്ന് ചിന്തിച്ച് എസ്തർ നേരെ ഫാം ഹൗസിലേക്ക് പോയി. കോഴിമുട്ട എടുത്ത് ബാസ്ക്കറ്റിൽ വെച്ച് തിരികെ വരുന്നു. ഇപ്പൊ മുൻപ് കണ്ട അതേ സ്ത്രീ ഇവരുടെ വീടിനെ നോക്കി പോകുന്നത് കാണുന്നു. ഒരു പക്ഷെ തന്റെ വീട്ടിൽ വന്ന ആരെങ്കിലും ആയിരിക്കാം, ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ അടുത്തുപോയ എസ്തർ, നിങ്ങൾ ആരാണ്? എന്തിനു വേണ്ടിയാണ് വന്നത്? ഞങ്ങളെ കാണാനാണോ വന്നത് എന്ന് ചോദിച്ചു. പക്ഷെ ആ സ്ത്രീയുടെ പക്കൽ നിന്നും യാതൊരു മറുപടിയുമില്ല. വളരെ ശാന്തയായി നിൽക്കുന്നു. ഒരല്പം ദൂരെ നിന്നാണ് അവരോട് ഇതെല്ലാം ചോദിച്ചത്. പക്ഷെ അപ്പൊ തന്നെ അവരെ കാണാൻ വളരെ വ്യത്യസ്തമായി തോന്നി. എസ്തറിന് എന്തോ ഒന്ന് ശരിയില്ല എന്ന് മനസ്സിലായി. പതിയെ അവരുടെ അടുത്തേക്ക് അവൾ പോകാൻ തുടങ്ങി. പെട്ടെന്ന് തനിക്ക് മുൻപിൽ നിൽക്കുന്ന ആ സ്ത്രീ അവരുടെ തലമുടി പിച്ചെറിയുന്നതായിരുന്നു കണ്ടത്. ഇത് കണ്ടപ്പോൾ എസ്തറിന് വളരെ വിചിത്രമായി തോന്നി. പറഞ്ഞു വന്നാൽ റോഡിൽ അവിടെവിടെയായി മുടി വീണ് കിടക്കുകയായിരുന്നു. അതുപോലെ തലമുടി വലിച്ചെറിയുന്നുണ്ട്. ഇത് കണ്ട എസ്തർ വല്ലാതെ ഭയപ്പെട്ടു. അവരെ ക്രോസ് ചെയ്ത് വീടിനുള്ളിലേക്ക് പോയി കതകടച്ചു. ജനാല വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ ആ ലേഡി അപ്പോഴും അവരുടെ മുടി പിച്ചെറിയുന്നുണ്ടായിരുന്നു.
ഭയന്നുപോയ എസ്തർ പെട്ടെന്ന് ജനാല അടച്ചു. ഒരല്പസമയം കഴിഞ്ഞ് ആ സ്ത്രീ പോയോ എന്നറിയാനായി ജനാല തുറന്നു. എന്നാൽ ആ സ്ത്രീ അപ്പോഴും ജനാലയ്ക്ക് മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഭയന്നുകൊണ്ട് നിന്ന എസ്തറിനെ തുറിച്ചു നോക്കിയിട്ട് 2-3 സെക്കൻഡ് കഴിഞ്ഞ് ആ സ്ത്രീ തിരികെ നടക്കാൻ തുടങ്ങി. ഈ സമയം എസ്തറിന്റെ സഹോദരി ആ വീട്ടിലേക്ക് വരുന്നു. അവരോടും ഇക്കാര്യം പറഞ്ഞു. സഹോദരിയും എസ്തർ പറഞ്ഞ ആ സ്ത്രീയെ നോക്കി. അപ്പോഴും ആ സ്ത്രീ മുടി പിച്ചു വലിച്ചു കളയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ രണ്ടുപേരും കണ്ട മറ്റൊരു കാഴ്ച, ആ സ്ത്രീ നടന്നു പോകുന്നതിന് പുറകിലായി 4-5 കുഞ്ഞുങ്ങളും നടന്നു പോകുന്നുണ്ട്. അവരെല്ലാവരും വെള്ള നിറത്തിലായിരുന്നു. കാടിനടുത്തേക്ക് പോയ അത്രയും പേർ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ ശിഖരം പിടിച്ചു വലിക്കാൻ തുടങ്ങി. ആ മരം മുഴുവനും ആടി ഉലയാൻ തുടങ്ങി. ഈ 2 പേർക്കും ഇതൊന്നും വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ എസ്തറിന്റെ ഭർത്താവും ആ വീടിനുള്ളിലേക്ക് വന്നു. എസ്തറും ഭർത്താവിനെ വിളിച്ച് ആ കാഴ്ച കാണിച്ചു കൊടുത്തു. അദ്ദേഹവും ജനാല വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ മരം ആടുന്നത് മാത്രമായിരുന്നു കണ്ടത്. എന്നാൽ ആ സ്ത്രീയോ കുഞ്ഞുങ്ങളെയോ ആരെയും കണ്ടില്ല. എന്തിനാണ് ഈ മരം ഇങ്ങനെ ആടുന്നത്? അവിടെ വേറെ ആരും ഇല്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? ഒരുപക്ഷെ കാറ്റുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഇക്കാര്യം ആ നാട് മുഴുവനും പതിയെ പതിയെ പടരാൻ തുടങ്ങി. ഇതിനായിട്ടുള്ള കാരണം ആ മന്ത്രവാദിനിയാണെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു ജോണിന്റെ പ്രവർത്തനങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നത് ആ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുന്നത്. ജോൺ എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഇടയ്ക്കെപ്പോഴെങ്കിലും ആരെങ്കിലും ജോണിനോട് സംസാരിക്കാൻ പോയാൽ അദ്ദേഹം ഒരല്പം പോലും ചലിക്കാതെ ഒരല്പം വിചിത്രമായി നോക്കിക്കൊണ്ടിരിക്കും. ഒരുപാട് സമയം സംസാരിച്ചാലും ജോൺ യാതൊരു റിയാക്ഷനും ഇല്ലാതെ നോക്കിക്കൊണ്ടിരിക്കും. ആ സമയം ജോണിന്റെ ഐബോൾസ് എല്ലാം ചലിക്കുന്നത് പോലെ തോന്നും. അദ്ദേഹത്തിന്റെ താടി അവിടെയും ഇവിടെയുമായി ആടുന്നത് പോലെ തോന്നും. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്നും പറയാതെ, ഞാൻ വരാം എന്നുപോലും പറയാതെ പെട്ടെന്ന് തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയിരിക്കും. ഇങ്ങനെ അദ്ദേഹം മുറിക്കുള്ളിൽ പോയി തനിക്ക് നേരെയുള്ള ചുമരിനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ പല മണിക്കൂറുകളോളം ഇരിക്കും. ഒരല്പം പോലും ചലിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ശരിയായി ഉറങ്ങുകയുമില്ല. പല മണിക്കൂറുകൾ കഴിഞ്ഞ് സ്വയം എഴുന്നേറ്റ് വരും. ആ കുടുംബത്തിന് ഇതെല്ലാം കണ്ട് വല്ലാത്ത ഭയം തോന്നി. ഒരു ദിവസം ജോൺ തന്റെ മകനുമായി കാടിനുള്ളിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജോൺ വളരെ വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ താടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ടായിരുന്നു. കണ്ണുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അദ്ദേഹം എന്തോ ഒന്നിനെ കണ്ട് ഭയന്നതുപോലെ ഫ്രീസായി നിന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്റെ ശരീരം മുഴുവനും വളച്ച് നെളിച്ച് വല്ലാത്തൊരു രീതിയിൽ നിൽക്കുകയായിരുന്നു. ഇത് കണ്ട മകന് വല്ലാത്ത ഭയം തോന്നി. അച്ഛനെ നേരെ എഴുന്നേൽപ്പിച്ച് നിർത്താനായി തൂക്കാൻ ശ്രമിച്ചു. ഉടൻ തന്നെ അവിടെ മെഡിസിന് പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ചുപേരെ വിളിച്ചുകൊണ്ടുവരുന്നു. ഡോക്ടേഴ്സും വന്ന് നോക്കുന്നു. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലായില്ല. എപ്പോഴും ബെൽ ഫാമിലി അവർക്ക് ആവശ്യമായ മരുന്നുകളെല്ലാം വീടിനുള്ളിൽ തന്നെ സൂക്ഷിക്കും. അങ്ങനെ ഡോക്ടർ മരുന്നെടുത്തു കൊണ്ടുവരാൻ മകനോട് ആവശ്യപ്പെട്ടു. മകനും എപ്പോഴത്തെയും പോലെ മരുന്ന് വയ്ക്കുന്ന സ്ഥലം തുറന്നു നോക്കി. എന്നാൽ അവിടെ യാതൊരു മരുന്നുമില്ല. പകരം ഒരേയൊരു മരുന്ന് മാത്രം ഒരു ബോട്ടിലിനുള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു മരുന്ന് ഇതിനു മുൻപ് അവൻ അവിടെ കണ്ടിട്ടേയില്ല. അതെന്താണെന്നറിയാനായി ഡോക്ടറുടെ അടുത്ത് കൊണ്ടുകൊടുത്തു. അത് കണ്ട ഡോക്ടർക്കും ആ മരുന്ന് മനസ്സിലായില്ല. തുടർന്ന് അതിന്റെ കളർ നോക്കാൻ തുടങ്ങി. എന്തായാലും നിങ്ങളുടെ ഫാം ഹൗസിലെ മൃഗങ്ങൾക്ക് ഈ മരുന്ന് കൊടുത്ത് പരീക്ഷിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്ത് കറങ്ങി നടന്ന ഒരു പൂച്ചയ്ക്ക് ഈ മരുന്ന് കൊടുത്തു. മരുന്ന് കുടിച്ച അടുത്ത ചില സെക്കൻഡിൽ തന്നെ പൂച്ച മരിച്ചു പോകുന്നു. ആരാണ് ഇതിവിടെ കൊണ്ടുവന്ന് വച്ചത്? ആരെ കൊല്ലാനാണ് വച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്നിരുന്ന ജോൺ അന്ന് തന്നെ മരിക്കുകയും ചെയ്തു. പക്ഷെ ജോൺ അവസാനിച്ചതിനു ശേഷം ആ കുടുംബത്തിൽ സംഭവിച്ച വിചിത്രമായ കാര്യങ്ങൾ പതിയെ പതിയെ അവസാനിക്കാനും തുടങ്ങി. ജോൺ ബെല്ലിനെ അടക്കം ചെയ്ത സ്ഥലത്തിന് ചുറ്റും രാത്രികാലങ്ങളിൽ ഒരുപാട് മിന്നാമിനുങ്ങുകൾ വരാറുണ്ടെന്നും ആരോ പാട്ട് പാടുന്നത് പോലുള്ള ശബ്ദം കേൾക്കാറുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ട്. അയാളുടെ വീടുണ്ടായിരുന്ന സ്ഥലത്തിനടുത്ത് ഒരു വലിയ ഗുഹയുണ്ടെന്നും ആ ഗുഹയിലാണ് മന്ത്രവാദിനിയുടെ ആത്മാവുണ്ടെന്നും പറയുന്നു. അത് ജോണിനോട് പ്രതികാരം വീട്ടാതെ ആ വീട്ടിൽ നിന്നും പോകില്ല. ജോണിനോട് പ്രതികാരം വീട്ടുന്നത് വരെ ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഗുഹയ്ക്കുള്ളിലേക്ക് പോയി എന്നും പലരും പറയാൻ തുടങ്ങി. ഈ ഒരു കഥ പതിയെ പതിയെ ജനങ്ങളിലേക്ക് പടരാൻ തുടങ്ങി. ഈ സംഭവത്തിൽ ഒരുപാട് താല്പര്യം കാണിച്ച് ഈ സംഭവം നടന്ന ശേഷം ഒരുപാട് പേർ ആ ഗുഹ കാണാനായി പോയി വന്നു. ചിലർ ആ ഗുഹയ്ക്കുള്ളിൽ ചില വിചിത്രമായ ആത്മാക്കളെ കണ്ടതായും ചില ശബ്ദങ്ങൾ കേട്ടതായും പറയുന്നു. എന്നാൽ ഇതെല്ലാം സത്യമാണോ എന്നൊന്നും അറിയില്ല. നിങ്ങൾക്കിപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ ആ ഗുഹയിലേക്ക് പോയി വരാം. എന്നാൽ സത്യമാണോ കള്ളമാണോ? മുൻപ് ഒരു മന്ത്രവാദിനെ താമസിച്ചിരുന്ന ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് നിങ്ങൾ അങ്ങനെ അവസരം കിട്ടിയാൽ പോയി വരുമോ? ഈ ഒരു സംഭവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.